ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അപ്പോൾ ഞാൻ ആദ്യം പറയാണ്, ഞാൻ ക്ലാസ് എടുക്കാൻ ഒരു എക്സ്പേർട്ട് അല്ല. പക്ഷെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇലക്ടീവ് പേപ്പറായിട്ട് പോസിറ്റീവ് സൈക്കോളജി ചൂസ് ചെയ്തിട്ടില്ല. ഞാൻ പ്രൊജക്റ്റാണ് എടുത്തത്. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ യൂണിറ്റ് 3 ആണ് ഞാൻ എടുക്കുന്നത്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ പോസിറ്റീവ് സൈക്കോളജി. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് ഓഡിബിൾ ആണ് മാം, ഓഡിബിൾ ആണ്. ഓക്കെ. പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബ്രാഞ്ചാണ്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൈക്കോളജിയിൽ യൂഷ്വലി ക്ലിനിക്കലി റോങ് അതിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊരു ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ആണ് ശരിക്കും പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെലിഗ്മാൻ ആണ് പോസിറ്റീവ് സൈക്കോളജിനെ ആദ്യമായിട്ട് APL ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1988. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? യെസ് മാം. ഓക്കെ, ഇനി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പം ഈസ്റ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആണ്. ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ അസൈൻമെന്റ്സിലും എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണത്. ഈ ഒരു ഈസ്റ്റേൺ അല്ലെങ്കിൽ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ്. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് യെസ് മാം. ചെയ്യട്ടോ, എന്നാലേ ക്ലാസ് നമുക്കൊന്ന് ഉഷാറാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കേൾക്കുന്നുണ്ട് മാം. നിങ്ങൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ട് വരുന്ന എഴുതിയിട്ടാണ്. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് റൂട്ടഡ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓൾസോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്. ഈ ഒരു മെയിൻ സ്ട്രീം സൈക്കോളജി ഇന്ത്യയിൽ കൂടുതലും ഷേപ്പ് ചെയ്തിരിക്കുന്നത് യൂറോ അമേരിക്കൻ കൾച്ചേഴ്സിലാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. അപ്പോൾ യൂറോ അമേരിക്കൻ കൾച്ചേഴ്സിൽ ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് കൾച്ചറിൽ ഒരുപാട് റിച്ച് ഇൻ കൾച്ചറാണ്, അതേപോലെ റിച്ച് ഇൻ ഹിസ്റ്ററി. അപ്പോൾ ഇന്ത്യൻ സൈക്കോളജി, ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഉള്ളത്. പിന്നെ അതുപോലെ പണ്ടുണ്ടായിരുന്ന ഋഷിമുനിമാരൊക്കെ എഴുതി വെച്ച ടെക്സ്റ്റിൽ അതിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ഒരുപാട് ഇൻസൈറ്റ് ലഭിച്ചത്. അതായത് വേദാസ്, ഉപനിഷത്ത്, വേദാന്ത, സംഖ്യ, യോഗ, അതേപോലെ ഓരോ ടെക്സ്റ്റും, അതേപോലെ പല പല ഫിലോസഫിക്കൽ സ്കൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തിനെയാണ്. ഓക്കെ. പക്ഷേ വെസ്റ്റേൺ സൈക്കോളജി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയലിസ്റ്റിക് ഡിറ്റർമിനിസത്തിനെയാണ്. അവർ കൂടുതലും സയന്റിഫിക് അപ്രോച്ചും എംപിരിക്കൽ മെത്തേഡ്സും പോസിറ്റീവ് സ്റ്റാൻസ് ഒക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ടുവേർഡ്സ് റിയാലിറ്റി. Whereas Indian psychological perspective it is more inclusive and inside. ഇനി ഇതിന്റെ ഓരോ ആസ്പെക്റ്റിലും നമുക്ക് കമ്പയർ ചെയ്തിട്ട് പറയാം. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം വരുന്നത് വോയിസ് കട്ടായി പോകുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കൊക്കെ ഉണ്ടോ? വോയിസ് കട്ടാവുന്ന ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ? കുറച്ച് കേട്ടില്ല. കമ്പാരിസൺ എന്ന് പറഞ്ഞ ശേഷം പിന്നെ കേട്ടില്ല, പിന്നെ കുറച്ച് കേട്ടാ കേൾക്കും.
ഓക്കെ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ ഓരോ ആസ്പെക്റ്റും എങ്ങനെയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്തിട്ട് പറയാം. അപ്പൊ ആദ്യത്തേതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് റൂട്ടഡ് ഇൻ യൂറോ അമേരിക്കൻ കൾച്ചറാണ്. അതിൽ മോഡേണിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. അതേപോലെ സയന്റിഫിക് മെത്തേഡാണ് മോഡൽ ആഫ്റ്റർ നാച്ചുറൽ സയൻസസ്. അതേപോലെ ഫോക്കസസ് ഓൺ എംപിരിക്കൽ മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ. എന്നാൽ അത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം സെഞ്ചുറീസ് ആയിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമുക്കുണ്ടായിരുന്ന ട്രഡീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് വേദാന്ത, യോഗ, എക്സെട്ര. അതേപോലെ സ്പിരിച്വൽ, സോഷ്യൽ, മോറൽ ഡയമെൻഷൻസിനെയും ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബിഹേവിയറിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ സെയിം ടൈം തന്നെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർ എംപിരിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ദേ നീഡ് ടു മെഷറബിൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ബിഹേവിയേഴ്സ്. പക്ഷേ ഫോർ us it is human functioning, how we integrate spiritual, moral and social dimension to understanding human functioning. അപ്പോൾ ഡിസിപ്ലിൻ്റെത് അങ്ങനെയാണ് പറയുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലും വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലും. ഇനി അടുത്തതുള്ളത് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഇതിൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ ആന്ത്രോപോസെൻട്രിക് ആൻഡ് ഇൻഡിവിജ്വൽ സെൻട്രിക് വേൾഡ് വ്യൂ ആണ്. അതായത് ഇവിടെ ഹ്യൂമൻ ആണ് ഹയസ്റ്റ് ബീങ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം. അതായത് ഇതിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഓട്ടോണോമി, ബൗണ്ടഡ് സെൽഫ്, അത് ഭയങ്കര ഇന്റർ കണക്റ്റഡ്നെസ് ആണ്. ദർ ഈസ് കോസ്മിക് ആൻഡ് സെൻട്രൽ വ്യൂ ഒരു കോംപ്ലിമെന്ററി റിയാലിറ്റി ആണ്. ഇൻഡിവിജ്വൽ ഈസ് എ ബ്രോഡർ ആൻഡ് കോംപ്ലിമെന്ററി റിയാലിറ്റി. അത് എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഡ്യൂട്ടി, സെൽഫ് ഫുൾഫിൽമെന്റ് വിത്തിൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇന്ത്യൻസിന് പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റിനെ വിട്ടൊരു കളിയില്ല. പക്ഷേ വെസ്റ്റേൺസ് അങ്ങനെയല്ല. ഇനി അടുത്തത് സോഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ വരുമ്പം ഓട്ടോണോമസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൗണ്ടഡ് സെൽഫ്. സൊസൈറ്റി വരുമ്പോൾ രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും, ഈ ഇൻഡിവിജ്വലിസവും സോഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനും. പിന്നെ ഇന്ത്യയിൽ വരുമ്പം ഈ ഒരു സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പം നമ്മൾ കൂടുതലായിട്ടും റിലേഷൻഷിപ്പിലും ആ ഒരു വാല്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പം ഒരു ലീനിയർ ഗ്രോത്ത്. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഒരു ടേബിൾ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിൽ ഉണ്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവും വെസ്റ്റേൺ പെർസ്പെക്റ്റീവും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റിയിൽ വരുന്നത് ലീനിയർ ഗ്രോത്ത് ആണ്. അതേപോലെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു ഡ്യുവലിസ്റ്റിക് വ്യൂ, ആക്സെപ്റ്റിംഗ് ഡൈക്കോട്ടമി ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. പക്ഷെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം അതൊരു നോൺ ലീനിയർ ഗ്രോത്ത് ആവും. വേരിയസ് ലൈഫ് ഫോംസിൽ ആ ഒരു കണ്ടിന്യൂറ്റി റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ആ ഒരു ഇന്റർ കണക്റ്റഡ്നെസ്സിൽ ബിലീവ് ചെയ്യുന്നുണ്ട്.
അതേപോലെ അങ്ങനെയുള്ളതാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ. പിന്നെ കോണ്ടെക്സ്റ്റ്, ഈ കോണ്ടെക്സ്റ്റിൽ പറയുമ്പം പിന്നെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവില് ഓപ്പൺ എൻഡഡ് ആണ്, അവർക്ക് കൂടുതലായിട്ട് ഫ്രീഡം ഉണ്ട്. ആ എവിടെയായിരുന്നു ഓ അവ ഫെമി ഔട്ടായോ? കേൾക്കുന്നില്ലല്ലോ. ഇല്ല, അപ്പം നെറ്റ്വർക്ക് ഒന്ന് കണക്ട് ആവാം. ഓ ശരി ശരി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവില് കൺട്രോൾ വരുന്നുണ്ട്. കൺട്രോൾ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലും ഇന്ത്യൻ പെർസ്പെക്റ്റീവിലും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലാകുമ്പം പേഴ്സണലൈസ്ഡ് നാച്ചർ ഓഫ് കൺട്രോൾ ഓവർ വൺസ് ലൈഫ് ആണ്. പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ വരുമ്പം അത് ഷെയർഡ് ആൻഡ് റിലേഷണൽ നോഷൻ ഓഫ് കൺട്രോൾ ആണ് വരുന്നത്. ഈ വെസ്റ്റേണിൽ കൂടുതലും ഇൻഡിവിജ്വലിന് ഫോക്കസ്ഡ് ആയിട്ടാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ നമ്മൾ സൊസൈറ്റി കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ വെസ്റ്റേണിൽ നോളജ് ഫോക്കസ് ഓൺ എംപിരിക്കൽ സെൻസറി ഡ്രിവൺ നോളജ് ആണ്. ഇന്ത്യയിൽ വരുമ്പം നമുക്ക് വാല്യൂ ഡ്രിവൺ ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനിയുള്ളത് പോസിറ്റീവ് സൈക്കോളജി, ഇന്ത്യൻ സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വേദപുരാണങ്ങള്, ബുദ്ധിസം, ജൈനിസം അങ്ങനെയുള്ള ഇന്ത്യൻ ഫിലോസഫി, വേദാന്ത ഉപനിഷത്ത് എന്നിവയിൽ നിന്നൊക്കെ വേദാന്തങ്ങള് അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെ പലതരം നോളജിൽ കൂടിയാണ് ഇന്ത്യൻ സൈക്കോളജിയുടെ ആ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് വരുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് ആ ഒരു ഏറ്റവും സട്ടിൽ ഫോം ഓഫ് കോൺഷ്യസ്നെസ്സിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺഷ്യസ്നെസ് തന്നെയാണ് ഒരു ഗെയിം എന്ന പോലെ, അല്ലെങ്കിൽ ഓരോ മാറ്റർ ഗ്രോസായി ഓരോരോ ജീവികളായിട്ട് ഭാവം കൊള്ളുന്നതും. പക്ഷേ ആ ഓരോ ജീവന്റെ അതിന്റെ ഉള്ളിലിരിക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോൺഷ്യസ്നെസ് മാത്രമാണ് എന്നാണ് ആ ഒരു ഇന്ത്യൻ സൈക്കോളജിക്കൽ തോട്ട്സിലൂടെ പറയുന്നത്. പിന്നെ ഈ ഒരു കോൺഷ്യസ്നെസ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് രൂപമെടുത്ത് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ഈഗോ, നമ്മൾ ജനിച്ചത് മുതലുള്ള ഓരോ കണ്ടീഷനിങ് വെച്ചിട്ടാണ് ആ ഒരു ഈഗോ ഉണ്ടാവുന്നത്. ഞാൻ ഇന്നതാണ് മറ്റേതാണ് ഓരോ രീതിയിലുള്ള ആ ഒരു കണ്ടീഷനിങ് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറാനും ആ ഒരു ഫീല് പെർസീവ് ചെയ്യാനും തുടങ്ങുമ്പോൾ നമ്മളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്നത് കൂടി വരും. എത്രമാത്രം നമ്മളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്നത് ആ ഒരു മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒന്നിനെ ഒന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, പലതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ പെയിന് എൻ്റേത് മാത്രമായിട്ട് മാറുന്നു. അതേപോലെ എനിക്കൊരു ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ കേസ് എൻ്റെ മൈൻഡ് ഒന്ന് കാം ആവുകയാണ്. ഇപ്പോൾ യോഗ അങ്ങനെ പല മെത്തേഡ്സും, വിഭാസന അങ്ങനെ ഓരോരോ മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ട്, മെഡിറ്റേഷന് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ മൈൻഡിനെ ഒന്ന് കാം ആക്കുമ്പോൾ, മനസ്സിൻ്റെ ആ ഒരു വ്യതയൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ആ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസിനെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പം ഓരോ വ്യക്തിക്കും ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. അതേപോലെ എന്താണ് സത്യത്തിൽ ഒരാള്, ആ ഒരു ശരീരമാണോ അല്ലെങ്കിൽ മനസ്സാണോ ആ ഒരു ബുദ്ധിയാണോ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ്നെസ്സിന്റെ ആ ഒരു സ്ഥായിയായ ഭാവം ഒരു ആനന്ദം അല്ലെങ്കിൽ ബ്ലിസ് ആണ്. അപ്പൊ എന്നും അതിനെ ആസ്വദിച്ചിരിക്കാം എന്നാണ് പറയുന്നത്. ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഈഗോ,
ആ ഒരു ഈഗോ നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജി പ്രകാരം പറയുന്നത്. ബുദ്ധിസ്റ്റ് ആണെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വേൾഡിൽ. ഈ ഒരു സംസാരം അല്ല ഈ ഒരു സഫറിങ് തന്നെയാണ് ശരിയായ രീതിയിൽ നമുക്ക് മൈൻഡിൽ ആ ഒരു ബാലൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ഒപ്റ്റിമൽ സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ നാച്ചർ ആൻഡ് കോറിലേറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ആൻഡ് കൺസെപ്ച്വലൈസിങ് ആൻഡ് അസസിങ് വിർച്യൂസ് ആൻഡ് ക്യാരക്ടർ സ്ട്രെങ്ത്. ഇവിടെ പോസിറ്റീവ് സൈക്കോളജി കുറച്ചുകൂടി ക്യാരക്ടർ സ്ട്രെങ്തിനെയും ഹാപ്പിനെസ്സിനേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ സൈക്കോളജി പ്രകാരം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശാശ്വതമായ സന്തോഷം ഉണ്ടാകുന്നതാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കട്ടിയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് അതേപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മാം കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് കഴിയുന്നത്ര നോക്കിയിട്ട് ബാക്കി ഡിസ്കഷനിലേക്ക് വിധേയമാക്കാം അവസാനം. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് കൂടുതലായിട്ട് നമ്മളുടെ സെൻസസ് ആയിട്ടുള്ള പ്ലഷറിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അതിനൊരറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് കൂടുതൽ പെയിന് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെയുള്ള വേറൊരു കോൺസെപ്റ്റാണ് ഐഡിയാസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. നമുക്ക് ഓരോ വസ്തുക്കളായിട്ട് നമ്മളുടെ സെൻസസ്, അതായത് ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ഒരു പ്രോക്സിമിറ്റി, അതിൻ്റെ അടുത്ത് വരുന്നതും അതുമായിട്ട് ഇൻട്രാക്ഷൻ നടന്ന് അതിലൂടെ നമുക്ക് പല പ്ലഷറും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് പെയിനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈവൻ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സ് ഏത് ലെവലിലാണോ, നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നമുക്കത് പ്ലഷറായിട്ടോ പെയിനായിട്ടോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിപ്പോൾ മുഷിഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര നല്ല ഒബ്ജക്റ്റ് പുറത്തുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് അല്ലെ ആ ഒരു പ്ലഷർ ഉണ്ടാവില്ല, ദുഃഖം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും ആ പുറത്തുള്ള ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് പ്ലഷറിനോ പെയിനോ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. അതേപോലെ ഇപ്പോൾ പ്രസൻറ്റിൽ ഏത് സെൻസസ് ഒബ്ജക്റ്റ് ഹാപ്പി ആണോ അതിന്, നമുക്കിപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടി, അപ്പം നമ്മുടെ നാവ് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പിയായി. അതേപോലെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കോണ്ടന്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. പാസ്റ്റിലുള്ളതാണെങ്കിൽ ഞാൻ റിട്രോസ്പെക്റ്റീവായിട്ട് ഹാപ്പിയായി. ഇനി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഹോപ്പ് ഉണ്ട്, നല്ലതേ നടക്കാൻ പോവൂ എന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ പ്രോസ്പെക്റ്റീവായിട്ടും ഹാപ്പിയാണ്. അതേപോലെ ഇന്ത്യൻ സൈക്കോളജി പ്രകാരം 3 തരത്തിലുള്ള ദുഃഖങ്ങളാണുള്ളത്. ഒരു മിനിറ്റ്. ആ ഒരു കാര്യം ടെക്സ്റ്റിലുണ്ടോന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചതായിരുന്നു. അപ്പോൾ മലയാളത്തിലാണ് ഇപ്പോൾ എഴുതി വെച്ചത്, അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയില്ല. അനീസ് സാർ അതിൽ ഉണ്ടോ ഈ ഒരു 3 types ഓഫ് പെയിൻ? 3 types ഓഫ് പെയിൻ അല്ലേ? ഐഡിയ പ്ലഷർ ആൻഡ് പെയിൻ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് എവിടെയാന്നുള്ളത് എനിക്ക് പെയിൻ കാറ്റഗറൈസ് ആധ്യാത്മിക, ആദിഭൗതിക, അതന്നെ അങ്ങനെ തന്നെയാണല്ലേ? ആധ്യാത്മിക, ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവിക. ആദിദൈവിക. അപ്പോ ആധ്യാത്മിക ദുഃഖം അല്ലെങ്കിൽ ആധ്യാത്മിക പെയിൻ എന്നാൽ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ശരീരം, നമ്മളെ മനസ്സ് എന്നിവ കൊണ്ടുണ്ടാകുന്ന പെയിൻ. ഇപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമം വന്നാലുണ്ടാകുന്ന ആ ഒരു ദുഃഖത്തിനെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. ആദിഭൗതിക എന്ന് പറയുമ്പം പുറത്തുള്ളത്, ഇപ്പം നമ്മുടെ കൂടെയുള്ള വേറൊരാളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളോ
അങ്ങനെ പുറത്തുനിന്നുള്ള ആ ഒരു വസ്തുക്കളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് ആദി ഭൗതിക എന്ന് പറയുന്നത്. ആദി ദൈവിക ദുഃഖം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എർത്ത് ഭൂമി കുലുക്കം, അങ്ങനെ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ് ആദി ദൈവിക എന്നുള്ളത്. ഇങ്ങനെ 3 പെയിനാണ് ഹ്യൂമൻസിൽ സാധാരണ ഉള്ളതെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇനി കൂടുതൽ വെസ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആവുമ്പം പുറത്തോട്ട് നമ്മൾ കൂടുതൽ സെൻഷ്വൽ പ്ലഷറിലൊക്കെ പോവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി മാർക്കറ്റ് സെൻട്രിക് കൺസ്യൂമറിസ്റ്റിക് ഐഡിയോളജിയിൽ കൂടെയാണ്. അതായത് കൂടുതൽ വാങ്ങണം, കൂടുതൽ വാരി കൂട്ടണം, ഇങ്ങനെയുള്ളൊരു ഇത് ഇരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ പെയിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതേപോലെ എക്കണോമിക് ഗ്രോത്ത് എന്നത് ഒരു ലെവല് വരെ നല്ലതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മൊത്തം ഡെവലപ്പ് ചെയ്യാം, കുറേ പാലങ്ങളും റോഡുകളും എല്ലാം വന്ന് നമ്മുടെ ആ ഒരു പച്ചപ്പും ഹരിതാവൊക്കെ മാറുമ്പം കേരളം എന്ന് പറയുന്നത് കേരളം അല്ലാതാവും. അപ്പോൾ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലെവല് വരെ നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു ബിയോണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖം തന്നെയായിരിക്കും തരിക. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നീഡ്സ് എന്ന് പറയുന്നത് കുറേയൊക്കെ മീഡിയ ജനറേറ്റഡ് ആർട്ടിഫിഷ്യൽ നീഡ്സ് ആണ്. ശരിക്കും നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. കുറേ പരസ്യം നമ്മൾ കാണും, എനിക്ക് വേണം, അപ്പുറത്തുള്ളവർക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു. പിന്നെ എപ്പോഴും നമ്മൾ പുറത്തോട്ട് നോക്കിയിട്ടായിരിക്കുന്നത്. മറ്റേയാൾ എന്ത് മേടിച്ചു, എനിക്കത് വേണം, അവര് 2 നില വീട് വെച്ചു, എനിക്കും വെക്കണം. അപ്പൊ ആ ഒരു ഔട്ട്വേർഡ് കേസ് ആണ് എപ്പോഴും. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു പെയിന് കൂടും. പിന്നെ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി ആണുള്ളത് മറ്റുള്ളവരുമായിട്ട്. ശരിക്കും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ നമ്മൾ തന്നെ അസ്യൂം ചെയ്യാണ് അയാളേക്ക് മാർക്ക് വാങ്ങണം, പൈസ ഉണ്ടാക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണുള്ളത്. അതുപോലെ ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേര് എല്ലാ കാര്യങ്ങളും ഒന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അത് കാണുമ്പം അപ്പോഴും നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി വരാൻ, ഒരു റിലീഫ് വരാൻ ഇന്ത്യൻ സൈക്കോളജി പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു പെയിൻ ആൻഡ് പ്ലഷർ മനസ്സിലാക്കിയാൽ അതിന്റെ ബിയോണ്ട് പോണെങ്കിൽ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു ഇന്ത്യൻ സൈക്കോളജി പ്രകാരം ആ ഒരു കൺസെപ്റ്റുകളാണൊന്ന് സാക്ഷിഭാവം. സാക്ഷിഭാവം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു കോൺഷ്യസ്നെസ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യത്തിൽ അവെയറാണ്. ആ ഒരു സാക്ഷി അല്ലെങ്കിൽ ഒരു വിറ്റ്നസ് ആണെന്നുള്ള ഒരു ഭാവത്തിൽ. പക്ഷെ നമ്മൾ പലപ്പോഴും അതിലേക്ക് കണക്ട് ചെയ്യില്ല. കാരണം നമ്മളെ മൈൻഡ് എപ്പോഴും ഇളകി ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മുഖം ആ ഒരു വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല, നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ആ ഒരു തിളക്കലൊക്കെ മാറി ആ ഒരു വെള്ളം സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം അതിൽ കാണാൻ പറ്റും. അപ്പൊ അതുപോലാണ് നമ്മുടെ മനസ്സും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സുമായിട്ട് ആ ഒരു വിറ്റ്നസ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ മൈൻഡ് അത്രയും കാമായിട്ടുള്ള ഒരു വ്യക്തിക്ക് സാക്ഷിഭാവം ഉണ്ടായിരിക്കും. പിന്നെ അയാൾ എല്ലാ കാര്യവും നേടി എന്നുള്ള ഒരു ഭാവത്തിലേ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സാക്ഷിഭാവം എന്ന് പറഞ്ഞാല് ഒരു കാമായിട്ടുള്ള ഒരു അവസ്ഥയാണോ പറയുന്നത്? ആ സാക്ഷിഭാവം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ്. ആ ഒരു കോൺഷ്യസ്നെസ് നമ്മളെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല ബോധ്യത്തിലും നല്ല അവെയറും ആയിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അതിലേക്ക് കണക്ട് ചെയ്യില്ല. നമ്മൾ കാമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും അതിൽ ഉണ്ടാവില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു മൾട്ടി ലെയേർഡ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ഒരു പഞ്ചകോശ മോഡൽ, 5 കോശാസ് മോഡൽ.
ഇത് പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് ലാക്സ് എ ഹോളിസ്റ്റിക് മോഡൽ കമ്പയർ ടു ഇന്ത്യൻ ഫൈവ് കോശാസ് model, which integrates physical, vital, mental, intellectual, and blissful aspect of human existence. അതൊന്നും പറയോ? ഫിസിക്കൽ ഏതൊക്കെയാണ് ബുക്കിലുണ്ട്? Physical, ഓക്കെ vital, ഓക്കെ. mental, മെന്റൽ. intellectual, ഓക്കെ. and blissful aspects of human existence. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഉള്ളത് നമ്മൾ പറഞ്ഞില്ലേ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, അതിനാണ് മലയാളത്തിൽ അന്നമയ കോശം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ ആ ഒരു എനർജി, ആ ഒരു എനർജിയിലാണ് ത്രാണമയ കോശം. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ലെയർ മനോന്മയ കോശം, അത് നമ്മുടെ മനസ്സ്. പിന്നെ അടുത്തത് വിജ്ഞാനമായ കോശം, അതെന്ന് പറയുന്നത് ആ ഒരു പ്യുവർ നോളജ്, അതാണ് ഇതിൽ ഇന്റലക്ച്വൽ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കേൾക്കുന്നില്ലല്ലോ, കേൾക്കുന്നില്ല. ഞാൻ കേട്ടില്ല. അത് എനിക്ക് മാത്രമാണ്. ആ ഒരു ശരീരം എന്നുള്ള ആ ഒരു അന്നമയ കോശത്തിൽ നിന്ന് ആ ഒരു പ്യുവർ ബ്ലിസ്സിലേക്കുള്ള ആ ഒരു പാത്താണ് ഇതിലൂടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇതുവരെ പറഞ്ഞതൊക്കെ വളരെയധികം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ വേറൊരു കൺസെപ്റ്റ് ഉള്ളത് മിഡിൽ പാത്ത് എന്നുള്ളതാണ്. മിഡിൽ പാത്ത് ആൻഡ് പെർസ്യൂട്ട് ഓഫ് സ്ഥിതപ്രജ്ഞ, അങ്ങനെ തന്നെയല്ലേ വായിരിക്കുക? വായിച്ചോളൂ, നിങ്ങൾ വായിച്ച മതി, ഞങ്ങൾ വായിച്ചോണ്ട് വായിച്ചോളൂ. നെഗറ്റീവായിട്ടുള്ള ആട്രിബ്യൂട്ട്സിന്റെ ഇടയിൽ ആ ഒരു ബാലൻസ് നിലനിർത്തുന്നതിനാണ് ആ ഒരു മിഡിൽ പാത്ത് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സൈക്കോളജിയിൽ പറയുന്നത് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സംയമനം എന്നുള്ളതാണെന്ന് തോന്നുന്നു, ഇക്വാനിമിറ്റി, ആൻഡ് ദ മിഡിൽ പാത്ത് പ്രൊമോട്ടിംഗ് എ ബാലൻസ്ഡ് അപ്രോച്ച് ടു ലൈഫ് ഇൻകോപ്പറേറ്റിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ്. ഇത് ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ പറയുന്നത് മോക്ഷ ആൻഡ് മിസ്റ്റിക്കൽ ട്രാൻസെൻഡൻസ്. ഇത് ഇന്ത്യൻ ഫിലോസഫിയിലാണ് ഈ മോക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അത് ഒരു സൈക്കിൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ ആ ഒരു കൺസെപ്റ്റാണ് മോക്ഷ എന്ന് പറയുന്നത്. റീബർത്ത്, അതിന് സംസാരം, അങ്ങനെയാണ് ഒരു വേർഡ് കൊണ്ടത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വൽ ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, പെർട്ടിക്കുലർലി ഇൻ ഹിന്ദുയിസം. അപ്പൊ ഈ ഒരു മോക്ഷം കിട്ടുന്നത് കൊണ്ട് ആ ഒരു കർമ്മ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കിളിന് ആ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രീ ആയിട്ട് അവരുടെ ആ ഒരു ഐഡന്റിറ്റി വിത്ത് ദ ഡിവൈൻ, അപ്പോ ആ ഒരു ഈഗോ എന്ന് പറയുന്നത്
ട്രാൻസെൻഡിങ് ഇൻഡിവിജ്വൽ ഇഗോ ആൻഡ് ഡിസൈർസ്. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ആകെ മൊത്തം കൺക്ലൂഷൻ എന്ന് പറയും പോലെ പറയുകയാണെങ്കിൽ, ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ ഇന്ത്യൻ സൈക്കോളജിയും തമ്മിൽ കുറേ ഒരു മാച്ച് നമുക്ക് കാണാം. അതായത് ആ ഒരു പോസിറ്റീവ് സൈക്കോളജിയും ഇന്ത്യൻ സൈക്കോളജിയും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആസ്പെക്ട്സുകളുണ്ട്. ആ ഒരു വെൽബീയിങ്, അതേപോലെ ഹ്യൂമൻ സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ, അതേപോലെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് അപ്രോച്ചസ്, ഇൻഡിവിജ്വലിസ്റ്റിക് വ്യൂ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ, അതേപോലെ ഹ്യൂമൻ ഫ്ലറിഷിംഗ്, ഓഫറിംഗ് ഡൈവേഴ്സ് ലെൻസസ് ത്രൂ വിച്ച് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എൻഹാൻസ് വെൽബീയിങ്. അപ്പോൾ ഓവറോൾ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പം, ഈസ്റ്റേൺ എന്ന് പറയുമ്പം ഇന്ത്യൻ ആണ്, വെസ്റ്റേൺ എന്ന് പറയുന്നത് യൂറോ അമേരിക്കൻ ആണ്. അപ്പൊ ഇതില് മെയിനായിട്ട് ആ ഒരു ഡിഫറൻസ്, ഇന്ത്യൻ വ്യൂ എന്താണ്, വെസ്റ്റേൺ വ്യൂ എന്താണ്, എന്തിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പിന്നെ ആ ഒരു കോൺഷ്യസ്നെസ്, പിന്നെ ഇഗോ, പിന്നെ ആ ഒരു കാംനെസ്, മൈൻഡ്, നമ്മൾ പറഞ്ഞില്ലേ ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്, ആ ഒരു സംയമനം എന്നുള്ളത്, പിന്നെ പ്ലഷർ എന്താണ്, പെയിന്, പിന്നെ മാർക്കറ്റ് സെൻട്രിക് ആൻഡ് കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒന്നെന്ന് വെച്ചാൽ വിപാസന എന്ന് പറയുന്നത്. വിപാസന എന്ന് പറയുന്നത് ഒരു ഇൻസൈറ്റ് ആണ്. ആ ഒരു ബുദ്ധ എന്ന് പറഞ്ഞ അവരുടെ ടീച്ചിങ്സിലുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വിപാസന എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇത് സംശയം എന്ന് പറയും ചോദിച്ചോട്ടെ. ആ ഇപ്പൊ ഇതിൽ പറഞ്ഞ ടേംസ് ഒക്കെ ബുദ്ധമതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടോ? ഈ ടേംസിനും കാരണം ഈ ബുദ്ധമതം ആ എനിക്ക് തോന്നുന്നു യൂറോപ്പ് ബേസ് ചെയ്തിട്ട് അതിന് ചെറിയൊരു ഇതുണ്ട്, നല്ല ബേസിക് ഉണ്ട് തോന്നല്ലേ? അതില് നമ്മൾ ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നമ്മൾ കുറെ നമ്മൾ പറഞ്ഞില്ലേ വേദാന്തങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു നോളജ് ഒക്കെ നമുക്ക് കിട്ടിയത് എന്നുള്ളത്. ആ ഒരു ഇന്ത്യൻ ഫിലോസഫിക്കൽ ഐഡിയോളജീസ്. അപ്പൊ അതിൽ ഈ ഒരു ബുദ്ധമതത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം പോസിറ്റീവ് സൈക്കോളജി ആണല്ലോ, അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതേപോലെ ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡും ബോഡിയും സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതല്ല, ആ ഒരു മൈൻഡിനെയും ബോഡിനെയും ആ ഒരു ബാലൻസിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത് understanding the nature of consciousness and the relationship between the individual and the universe. അതേപോലെ ഇന്ത്യൻ സൈക്കോളജി also places a great deal of importance on the concept of karma, or the idea that every action has a consequence. അതാണ് ഇന്ത്യൻ സൈക്കോളജിയിൽ പറയുന്നത്. വെസ്റ്റേൺ സൈക്കോളജിയിലാണെങ്കിലോ places more emphasis on the individual's experience and behavior. Focus on understanding the internal process that govern human behavior, such as cognition, emotion, and perception. പിന്നെ പ്ലഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ ഹാപ്പിയായി, സാറ്റിസ്ഫൈഡ് ആയി, ആ ഒരു കാര്യത്തിനാണ് പ്ലഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്. പെയിൻ എന്ന് പറയുമ്പം നമ്മൾ ഇപ്പൊ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, പെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അൺപ്ലസന്റ് എക്സ്പീരിയൻസ്
അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കോസ്ഡ് ബൈ എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ് ആൻഡ് ഓഫൺ ഇൻക്ലൂഡ്സ് എ സെൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ. മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yes. ക്ലിയർ ആണ്. ഓക്കെ. ഞാനിപ്പോ നോക്കിയ ആകെ ടോട്ടലേക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഇനി ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത്, ഇനി ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയതുണ്ടോ? ഞാൻ ഇതാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ നോട്ട്സ് ഞാൻ തരാം കേട്ടോ നാളെ. നേരത്തെ മാം പറഞ്ഞല്ലോ ഒരു പിന്നെ ഇതിലൊരു പഞ്ചകോശം യോഗന്റെ പാർട്ട് ലാസ്റ്റ് യൂണിറ്റ് വിശദമായിട്ട് വരുന്നുണ്ട് തന്നെ. ഓക്കെ. അത് വരുന്നോണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാതിരുന്നത്. കാരണം കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കണം. ഈ പഞ്ചകോശ മോഡൽ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? നമ്മളെ പെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അതോ പ്ലഷർ കിട്ടാനോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? 5 മോഡൽ എന്ന് പറഞ്ഞല്ലോ ഫിസിക്കല്. അത് പഞ്ചകോശ മോഡലിലെ അതായത് അന്നമയ, പ്രാണമയ, മനോമയ, ജ്ഞാനമയ, ആനന്ദമയ. എല്ലാരും മയം അല്ല, പെയിൻ അല്ല, ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ ഘട്ടങ്ങളാണ്. അതെ, ഒരു എക്സിസ്റ്റൻസിന്റെ മനുഷ്യൻ ഘട്ടങ്ങളാണ്. അതായത് Yes. നമുക്ക് ആ ഒരു അന്നമയ കോശം, അതായത് ശരീരം എന്നുള്ള ആ ഒരു അന്നമയ കോശത്തുനിന്ന് നമുക്ക് പ്യുവർ ബ്ലിസ് കിട്ടുന്ന ആ ഒരു സ്റ്റേജസ് ആണ്. ഓക്കെ, ഫൈൻ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഇപ്പൊ അടിയിൽ അതെ അതെ പറഞ്ഞാൽ ഏത് ജീവികൾക്കും ഉണ്ടാവും. ജീവനുള്ളതാണെങ്കിൽ പ്രാണമയായി, പിന്നെ മനസ്സുള്ള മനുഷ്യന്മാരാകുമ്പോൾ മനോമയിലേക്ക് എത്തുന്നത്. അതും തന്നെ എഡ്യൂക്കേറ്റഡായ, കൾച്ചേർഡായ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയതയുള്ള നമ്മളെ വിജ്ഞാനമായി വരുന്നത്. അതും കഴിഞ്ഞ് സെൽഫ് ആക്ച്വലൈസേഷൻ എത്തുമ്പോഴാണ് ആനന്ദമയിലേക്ക് എത്തുന്നത്. അല്ലെ? അതെ 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 അങ്ങനെ സ്ട്രക്ചറിന്റെ ഘടകം. ഓക്കെ, അത് മനസ്സിലായി. ലാസ്റ്റ് ആനന്ദമയാണോ? ആനന്ദ ബ്ലെസ്സിംഗ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ച്വലൈസ്. അതുപോലെയാണ് ഈ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലായത്? സമാധി, ധന്യ, ധർമ്മ, അതെന്താ ആർക്കെങ്കിലും അറിയത്തില്? യോഗയുടെ ഘട്ടങ്ങളാണോ? അത് യോഗയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യതായിരിക്കും, പിന്നെ ഇതായിരിക്കും, പിന്നെ എങ്ങനെ? അതല്ല യോഗയുടെ നിയമങ്ങളാണോ? The second element of yoga in my fixed observation include യോഗന്റെ അഷ്ടാംഗ യോഗ, ഇതൊക്കെ ഈ യോഗന്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. യോഗ എങ്ങനെയാണെന്നുള്ളത് സൈക്കോളജിയിൽ യോഗ അങ്ങനെ ഇത്ര ഡീപ്പായിട്ട് വരുന്നുണ്ടോ? അതിപ്പോ നമുക്ക് ആ സാധനം കിട്ടാൻ വേണ്ടിട്ട് അത് യോഗന്റെ പ്രോസസ്സിനെ കുറിച്ചാണെന്ന് തോന്നുന്നു പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. പിന്നെ അതിനുശേഷം വേറൊരു കോൺസെപ്റ്റ് ആണ് സെൽഫ് മാസ്റ്ററി. അല്ലേ? വെർച്യൂസ്, വിപാസന മെഡിറ്റേഷന്റെ രൂപമാണ് ഈ പറഞ്ഞത് വിപാസന എന്നുള്ളത്. അതെ അതെ അതെ. പിന്നെ പിന്നെയും പ്രാണമയൊക്കെ വീണ്ടും വരുന്നുണ്ടല്ലോ. ഇത് എങ്ങനെ എഴുതിയതാണത് ഇയാള്? ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതിയതാന്ന് തോന്നുന്നു. കണക്ഷൻ ഇല്ലാതെ പോകുന്നു. ചലഞ്ച് സസ്റ്റൈനബിൾ ഹാപ്പിനെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യല്ലേ? ഇനി ഒന്നുമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും കോംപ്ലിമെന്റ് ഞാനൊരു നോട്ട്സ് ഇട്ടിരുന്നുണ്ട് കേട്ടോ. കാരണം ഇതില് യോഗനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അതേപോലെ ഓരോ ചാപ്റ്ററിലും ഓരോ ഇതില് കണ്ടിന്യൂഷൻ ഇല്ലാതെ തന്നെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ബെസ്റ്റിൽ വായിച്ചാൽ നമുക്ക് സൈക്കോളജി ചാപ്റ്റർ 2-ലും 3-ലും അതേപോലെ പ്രോസസ് ഓഫ് യോഗ, അതേപോലെ അങ്ങനെ കുറെ യോഗന്റെ പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ആ വേർഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട്. ഈ സംസ്കൃതത്തിൽ നിന്ന് ഒന്നാണെന്ന് തോന്നുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇത് പഠിച്ചവരുണ്ട്. അപ്പൊ ഉദാഹരണം ഒരു ഇസ്ലാമിക് ഫിലോസഫി ഒക്കെ പറയുമ്പോൾ മറ്റുള്ളവർ വായിച്ചാൽ മനസ്സിലാക്കൊള്ളുന്നില്ല. ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും പഠിച്ചു. അതുപോലെ യോഗയൊക്കെ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലത്തിനോ അല്ലെങ്കിൽ വേദങ്ങളൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും.
അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അനീഷ് സാർ നാളെ നമുക്ക് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ ആക്കിയാൽ ചിലപ്പോൾ അത് ഉപകരിക്കും. ആ. 200 ആളുണ്ട്.